മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്ക് എതിരായുള്ള ഇപ്പോഴത്തെ ചർച്ച ഇടതുപക്ഷ വിരോധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലപാട് ജനങ്ങൾക്കെതിരായിട്ട് നമുക്ക് പെൻഷൻ പോലും കൊടുക്കാൻ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ എന്നാൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന നിലപാട് അന്നത്തെ എം പിമാരും അതുപോലെ UDFും അത് അംഗീകരിച്ചിരുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. എന്നിട്ടിപ്പോൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കും. ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം. പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ എവിടെയാണ് പോകുന്നത് എന്ന് ആരും അറിയാതെ ഇടക്കിടക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തോടുള്ള പ്രത്യേകിച്ച് CPM-നോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ഈ മാധ്യമ ശൃംഖലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴനാടൻ എതിരായിട്ട് വന്ന വിധി അവർക്ക് കൂടി ഏറ്റൊരു അടിയാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ലോകത്തിൻ്റെ ഏത് മേഖലയിലുണ്ടായാലും സാധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് അറിയാവുന്നതാണ്. ഏത് യോഗം വിളിക്കാനും എവിടെ ഉള്ള യോഗത്തിൽ പങ്കെടുക്കാനും സാധിക്കുന്ന നില തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ചുമതല കൊടുത്തില്ല എന്നുള്ള ഇതിനു മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല. ചുമതല നിർവഹിക്കാനാവും, പിന്നെ ഇതിനാണ് ചുമതല കൈമാറുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മുഖ്യമന്ത്രിക്ക് തന്നെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ചുമതല നിർവഹിക്കാനാവും. പിന്നെ ചുമതല പ്രത്യേകമായിട്ട് ഏൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല. പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ അതിൻ്റെ യാത്രാനുവാദം കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി അവർ നിർവഹിച്ചു എന്ന് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്താ ചോദ്യം? ഏത്? അല്ല, അതിന് മുമ്പ് എവിടെയും പോയിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്നൊന്നുമല്ലല്ലോ. ഇതിന് മുമ്പും തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത്, പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി പോകണം. എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ആളുകൾ പോയിട്ടുമുണ്ട്. അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ടു പോകണം തീരുമാനിച്ചിട്ടില്ല. അതാ കാര്യം. അതെ ജനങ്ങൾ അറിഞ്ഞല്ലോ. നിങ്ങളെന്നെ അറിയിപ്പിച്ചല്ലോ. അതിൽ നിങ്ങൾ മാധ്യമം ചെയ്ത പണി. പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാ ചിലപ്പെടുക്കൽ? അതാ ഞാൻ പറയുന്നത്. നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലവാരെടുക്കൽ നിങ്ങൾ ശുദ്ധ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരായിട്ട് ആരാ ടിക്കറ്റ് എടുത്തതെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അറിയിച്ചിട്ടുണ്ടല്ലോ. അതിലെ പറഞ്ഞിട്ടുണ്ട്. അറിയിക്കാണ്ട് പോവോ? അറിഞ്ഞിട്ടല്ലേ പോയി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതിന് അടിസ്ഥാനത്താ നിങ്ങൾ ഏത് പത്ര മാതൃഭൂമി ചോദിച്ചില്ലെങ്കിലേ കാരണം നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത്. ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ശരി, മതി. അത്രയും കാരണം മതിയാക്കിയാൽ മതി. അതിനെ സംബന്ധിച്ചു ഉദാഹരണം തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം. അതിന് സ്വന്തം പണം തന്നെയാണ്. സ്വന്തം പണമല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും? നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ? സ്വന്തം ചെലവിലാണ് പോകുന്നത്. പ്രതിപക്ഷം ചോദിക്കുന്നതല്ല. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നിങ്ങളെ ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെയില്ല, പണ്ടേ ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ശരി, അടുത്ത പറഞ്ഞു. മുരളീധരനും സുധാകരനും ചോദിച്ചതിനെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ BJP-യിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള
ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയില്ല. ഭീഷണിയിലാണ് പിന്നെന്താ? ഭീഷണി സ്വരം അന്നേ പറഞ്ഞില്ല, ഞാൻ നിങ്ങളും കേട്ടതല്ലേ? നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ? ഹൈക്കമാൻഡ് സമ്മതിക്കാൻ അന്നേരത്തെ സമ്മതിക്കായിരുന്നല്ലേ അന്നേരല്ലേ യോഗം ചേർന്നത്? ഹൈക്കമാൻഡ് സമ്മതിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ അതാ ഭീഷണി. പിന്നെ അതിനല്ലേ സ്ഥിരം ഭീഷണി. ശരി. എന്താ പറഞ്ഞത്?